ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസ്സുകളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീസെൻ്റായിട്ട് ഇന്നലെ നടന്ന 1 ജൂലൈ 2026 നടന്ന PSCയുടെ LGS ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും റീസെൻ്റായിട്ട് ലേറ്റസ്റ്റായിട്ട് PSC നടത്തിയ പരീക്ഷയാണ്. ഉറപ്പായിട്ടും ഈ ചോദ്യപേപ്പർ നിങ്ങൾ ചെയ്തു നോക്കുക. ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മൾ ഫുൾ ക്ലാസ് 100 ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. 100 ചോദ്യങ്ങളുടെയും അനുബന്ധ വസ്തുതകൾ ചെയ്തിട്ടുണ്ട്. മാത്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ചോദ്യപേപ്പർ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് 18-ാം തീയതി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അതിനാൽ ഓരോ ചോദ്യവും നിങ്ങൾ ആദ്യം സ്വയം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ക്ലാസ് കണ്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഒന്നാമത്തത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ഏത് വർഷമാണ്? 1919 റൗലറ്റ് നിയമം പാസ്സായത്. 1919. അടുത്തത്, ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. എന്നാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്? 1913 കേട്ടോ. 1913 ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്. ഇനി മൂന്നാമത്തത് നോക്കാം. ആനി ബസന്റിനെയും ബാലഗംഗാധർ തിലകിൻ്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. 1916. അടുത്തത്, CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് എന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? ഏത് വർഷമാണ്? 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ഇനി ഇതിനെ കാലഗണന ക്രമത്തിൽ നമുക്ക് എഴുതാമല്ലോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആദ്യം വരുന്നത് 1913 ഗദ്ദാർ പാർട്ടി, പിന്നീട് 1916 ഹോം റൂൾ പ്രസ്ഥാനം, പിന്നീട് റൗലറ്റ് നിയമം 1919, പിന്നീട് സ്വരാജ് പാർട്ടി 1923. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ, ശരിയാണ്. അതുപോലെ തന്നെ ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്, ശരിയാണ്. എയും ഡിയുമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി ഫോർവേഡ് ബ്ലാക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. രണ്ടാമത്തത് തെറ്റാൻ കാരണം, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലാക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ തന്നെ യൂണിയസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ഫ്ലസി ഹുസൈൻ ആണെന്ന് കൂടി ഓർക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഒന്ന് നോക്കാം. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ശരിയാണ്. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1938 ഇത് ആരംഭിച്ചത്. 1938. അടുത്തതാണ്, ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. ഇതും ശരിയാണ്. അതുപോലെ തന്നെ ആനി ബസന്റിൻ്റെ മറ്റൊരു പ്രസിദ്ധമായ പത്രമാണ് കോമൺ വീല് എന്നുകൂടി ഓർത്തിരിക്കുക.
എയും സിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. എ ആൻഡ് സി ആണ് ശരിയായ ഉത്തരം വരുന്നത്. നവജീവൻ മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. അതുപോലെ തന്നെ സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ പത്രമാണെന്ന് കൂടി ഓർക്കുക. നവജീവൻ ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. അതുപോലെ തന്നെ സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ പത്രവുമാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന നോക്കാം. ബി ശ്രദ്ധിക്കുക. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. തെറ്റാണ്. അൽ അമൽ അല്ല, അൽ ഹിലാൽ എന്ന പത്രമാണ് അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രം. അൽ ഹിലാൽ. അതുകൊണ്ടാണ് 2ാമത്തെ പ്രസ്താവന തെറ്റിയത്. അടുത്തത് നോക്കിക്കേ. സി ശ്രദ്ധിക്കുക. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തെറ്റാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1992 ഇവിടെ തന്നിരിക്കുന്നത് 90 എന്നാണ്. ഇത് തെറ്റാണ്. 92 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പം സിയും തെറ്റാണ്. ബിയും സിയുമാണ് തെറ്റായ പ്രസ്താവനകൾ. അതുപോലെ തന്നെ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയാണ്. 1888 ജനിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇതും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകളാണ്. ബിയും സിയുമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. ബി ആൻഡ് സി ആണ് തെറ്റായ പ്രസ്താവനകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം എന്നായിരുന്നു? 1936 ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. 1936. അടുത്തത് നോക്കാം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. അതെന്നാണ്? 1943. 1943 സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുത്തത്. അടുത്തത് നോക്കാം. റോയൽ ഇന്ത്യയിൽ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. നാവിക കലാപം റോയൽ ഇന്ത്യൻ നേവി കലാപം എന്നാണ്? 1946. 1946. അടുത്തത്, ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു എന്നാണ്? 1930. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തോടുകൂടിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. 1930 വർഷം. ഇനി കാലഗണന ക്രമത്തിൽ എഴുതുമ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദ്യം നടന്ന സംഭവം ഏതാണ്? ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുത്തു. അടുത്തത് നാവിക കലാപം. 1946 നാവിക കലാപം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 6ാമത്തെ ചോദ്യം. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. സുരജ് ഭാൻ, ശിവരാജ് പാട്ടീൽ, S മല്ലികാർജുനയ്യ എന്നിവരെല്ലാം തന്നെ മുൻകാലങ്ങളിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ചവരാണ്. നിലവിൽ 18ാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ ഡി, ഇവരാരുമല്ല എന്നത് നമ്മൾ സെലക്ട് ചെയ്തത്. 7ാമത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഡാഷ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതുപോലെ തന്നെ സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഡി, എ, ബി എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 8ാമത്തെ ചോദ്യം നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക.
നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഏതാണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 മുതൽ 2002 വരെയാണ്. പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെയുള്ള വികേന്ദ്രീകരണ ആസൂത്രണത്തിന് ഈ പദ്ധതി ഈ കാലയളവിലാണ് മുൻഗണന ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ബ്രിട്ടന്റെ സഹായത്തോടെയാണിത് സ്ഥാപിച്ചത്. അടുത്തത്, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയാണ്. എയും ഡിയുമാണ് ശരിയായ ഉത്തരങ്ങൾ. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്, ഉത്തരാഖണ്ഡിലല്ല. ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ള പ്രസ്താവന ബി ശ്രദ്ധിക്കുക. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡ് എന്ന് തന്നത് തെറ്റാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സി പ്രസ്താവന ശ്രദ്ധിക്കുക. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായി ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. ഇത് തെറ്റാണ്. ഭിലായി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇത് റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 10ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ഇത് തെറ്റായ പ്രസ്താവനയാണ്. എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം? ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. അതുകൊണ്ട് തന്നെ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്തത് നോക്കിക്കേ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19 ഇത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം എന്താണ്? ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 1975 ഏപ്രിൽ 19 3ാമത്തേത് നോക്കാം. മംഗളയാൻ വിക്ഷേപിച്ചത് 2012 ഇതും തെറ്റാണ്. എന്നാണ് മംഗളയാൻ വിക്ഷേപിച്ചത്? മംഗളയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5 2013 നവംബർ 5 മംഗളയാൻ വിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അടുത്തത് ഡി നോക്കുക. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഇത് ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകളാണ്. എ, ബി, സി എന്നിവയാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. അടുത്തത് 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 11 താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്ന് നോക്കാം. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ശരിയാണ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം 1972 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് ഇതിന് സിംല കരാറിൽ ഒപ്പുവെച്ചത്. എ ശരിയാണ്. അടുത്തത് നോക്കിക്കേ. കാർഗിൽ വിജയ ദിനം ജൂലൈ 16 ഇത് തെറ്റായ പ്രസ്താവനയാണ്. കാർഗിൽ വിജയ് ദിനം എന്നാണ് ജൂലൈ 26 ജൂലൈ 26 കാർഗിൽ വിജയ് ദിനം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2 തെറ്റാണ്. സി ശ്രദ്ധിക്കുക. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇത് ശരിയാണ്. 3ാമത്തെ ശരിയായ പ്രസ്താവനയാണ്. 1965 യുദ്ധത്തിന് ശേഷം 1966 ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും തമ്മിലാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. അടുത്തത് ഡി ശ്രദ്ധിക്കാം. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970 തെറ്റാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 ഡിസംബറിലാണ്. 1971 ഡിസംബറിലാണ്.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. എയും സിയുമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ സി. 12ാമത്തെ ചോദ്യം. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണിയാണ് 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. നിലവിൽ ഇന്ത്യയുടെ 16ാമത്തെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 76 ആണ്. 13ാമത്തെ ചോദ്യം. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാറാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുക, നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. 25ാമത് വ്യക്തിയാണ്. 2024 തിരഞ്ഞെടുത്ത കമ്മീഷണറായിരുന്നു ജ്ഞാനേഷ് കുമാർ. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324 അടുത്ത ചോദ്യം. 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 16ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഇന്ത്യൻ ഭരണഘടന സ്വത്തവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ബഹുമതികൾ. ഓപ്ഷൻ സി ബഹുമതികളാണ് ഉത്തരം. സൈനികവും വിദ്യാഭ്യാസപരവുമായ ബഹുമതികൾ ഒഴികെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നത് ഈ വകുപ്പ് പ്രകാരം വിലക്കിയിരിക്കുന്നു. അയിത്തം നിർത്തലാക്കിയത് 17ാം വകുപ്പ് പ്രകാരമാണെന്ന് കൂടി കണക്ട് ചെയ്ത് പഠിക്കുക. 15ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 അദ്ദേഹം ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അടുത്തത് 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ഡി US ഭരണഘടന. ഓപ്ഷൻ ഡി US ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഭാഗത്ത് നിന്നാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം 17 ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 51A. ഓപ്ഷൻ ഡി 51A. 1976 42ാം ഭേദഗതി വഴിയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. 18ാമത്തെ ചോദ്യം. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി 7ാം പട്ടിക. ഓപ്ഷൻ ഡി 7ാം പട്ടിക. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് ഇത് വ്യക്തമാക്കുന്നു. നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ 100ഉം സ്റ്റേറ്റ് ലിസ്റ്റിൽ 61ഉം കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളുമാണ് ഉള്ളത്. 19ാമത്തെ ചോദ്യം. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 2026 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ
ഷാനിമോൾ ഉസ്മാന് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കറാണെന്ന് കൂടി ഓർത്തിരിക്കുക. വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 20ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. തെറ്റാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അതുകൊണ്ട് 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം ശരി എന്നതാണ് ഉത്തരം. 21ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സിന്ധു. ഓപ്ഷൻ എ സിന്ധു. സിന്ധു നദിയെ കൂടാതെ നർമ്മദ, താപ്തി എന്നിവയും അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി എന്നിവ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 82°30 കിഴക്കാണ് ഇന്ത്യയുടെ മാനവ രേഖാംശം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. 23ാമത്തെ ചോദ്യം, 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെ മുതലായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ അലഹബാദ് മുതൽ നൈനി വരെയാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക എയർമെയിൽ സർവീസ് ആയിരുന്നു ഇത്. ഹെൻറി പിക്വറ്റ് എന്ന പൈലറ്റാണ് ഈ വിമാനം പറത്തിയിരുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 40% എക്കൽ മണ്ണാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണുമാണ് എക്കൽ മണ്ണ്. 25ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പറവൂർ. ഓപ്ഷൻ ബി പറവൂർ. എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത് എന്ന് ഓർത്തിരിക്കുക. 26ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ കെ മുരളീധരൻ. ശ്രീ കെ മുരളീധരനാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 27ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പറവൂർ. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ശ്രദ്ധിക്കുക, മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട് ഇത് 3ഉമാണ് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ. ഓപ്ഷൻ ബി 1 മാത്രം എന്നതാണ് ശരിയായ ഉത്തരം. മീൻവല്ലം, സീതാർകുണ്ടും പാലക്കാട് ജില്ലയിലാണ്. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി നമ്മൾ കറുപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചീയപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വാളറ, ചിന്നക്കനാല് എന്നിവയൊക്കെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ, ചാലിയാറിന്റെ നീളം 169 കിലോമീറ്റർ, കടലുണ്ടിപ്പുഴയുടെ നീളം 130 കിലോമീറ്റർ, വളപട്ടണത്തിന്റെ നീളം 110 കിലോമീറ്റർ. അപ്പം തന്നിട്ടുള്ളവയെല്ലാം തന്നെ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളാണ്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. 30ാമത്തെ ചോദ്യം,
കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ്? എ കെ ആന്റണി, അതുപോലെ തന്നെ വി കെ കൃഷ്ണമേനോൻ. എ കെ ആന്റണിയും വി കെ കൃഷ്ണമേനോനുമാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിസ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ. ഓപ്ഷൻ എ 1, 4 എന്നിവരാണ് ശരിയായ ഉത്തരം. വി കെ കൃഷ്ണമേനോൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ്. എ കെ ആന്റണി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒ രാജഗോപാലും സുരേഷ് ഗോപിയും ഒക്കെ കേന്ദ്ര സഹമന്ത്രിമാരായിട്ടാണ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, 31ാമത്തെ ചോദ്യം, നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി നിലമ്പൂർ കൂടല്ലൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. മലപ്പുറം ജില്ലയിലെ തമിഴ്നാട് ജില്ലയിലെ നീലഗിരി ജില്ലയുമായി ബന്ധപ്പെടുത്തുന്ന ചുരമാണ് നാടുകാണി ചുരം. 32ാമത്തെ ചോദ്യം, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി സർക്കസ്. കേരള സർക്കസിന്റെ പിതാവ് എന്നാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ അറിയപ്പെടുന്നത്. 1909 തലശ്ശേരിയിൽ അദ്ദേഹം ഒരു സർക്കസ് സ്കൂള് ആരംഭിച്ചിരുന്നു. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. മതികെട്ടാൻ ചോലയെ 2003 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ശരിയാണ്. ബ്ലാക്ക് ബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ശരിയാണ്. ട്രിഫ്നോണിനെ ആനമുടി ചോണയിൽ കാണാം. ശരിയാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിരക്ഷത്ത്. ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ്. അടുത്ത ചോദ്യം, ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം നമുക്ക് ഫൈനൽ ആൻസർ കീ പ്രകാരം തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എ കെ ബാലസുബ്രഹ്മണ്യനാണ്. ഓപ്ഷൻ സി എ കെ ബാലസുബ്രഹ്മണ്യനാണ് ഫൈനൽ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നമുക്ക് തന്നിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് 35ാമത്തെ ചോദ്യം, പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. 36ാമത്തെ ചോദ്യം, കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത്. 37 കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള ജില്ല കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊല്ലം. 38ാമത്തെ ചോദ്യം, അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി യശോദയും കൃഷ്ണനും. അടുത്ത ചോദ്യം, വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. 1893 വർഷം. 1893. 40ാമത്തെ ചോദ്യം, ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1792 മാർച്ച് 12. 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. മൂന്നാം മൈസൂർ യുദ്ധം കൊണ്ടവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ സന്ധി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലായിരുന്നു ഈ കരാറ്. 41ാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പുപതിയിലാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അയ്യാവഴി എന്ന മതപ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ ആദ്യം തന്നെ നോക്കാം.
ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ശരിയാണ്. അതുപോലെ തന്നെ 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാൻ കാരണം? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തി. തെറ്റാണ്. സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അത് ഓർത്തിരിക്കുക. കെ കേളപ്പൻ നടത്തിയത് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കെ കേളപ്പൻ. അടുത്തത് നോക്കാം. 4ാമത്തെ പ്രസ്താവന തെറ്റാൻ കാരണം എന്താ? ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തെറ്റാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഓർത്തിരിക്കുക. അടുത്തത് 43ാമത്തെ ചോദ്യം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ സി അമർത്യ സെൻ. ഓപ്ഷൻ സി അമർത്യ സെൻ. 1998 അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ സംഭാവനകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ തന്നെ ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം. അരയ സമാജം ആരാണ്? KP കറുപ്പനാണ്. അതുപോലെ തന്നെ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. അടുത്തത് 45ാമത്തെ ചോദ്യം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഓർത്തിരിക്കുക. ഇനി 46ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ AP അനിൽകുമാർ. ഓപ്ഷൻ എ AP അനിൽകുമാർ. 47ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മമ്മൂട്ടി. ഓപ്ഷൻ സി മമ്മൂട്ടി. അടുത്ത ചോദ്യം. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ ആണ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ. 49ാമത്തെ ചോദ്യം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 2020 ഒക്ടോബർ 17. 2020 ഒക്ടോബർ 17. 50ാമത്തെ ചോദ്യം. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫുട്ബോൾ. ഓപ്ഷൻ സി ഫുട്ബോൾ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രധാന ഫുട്ബോൾ ടൂർണമെൻ്റാണിത്. 1941 ആരംഭിച്ചത്. അടുത്ത ചോദ്യം. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ വീയപുരം. ഓപ്ഷൻ എ വീയപുരം. കേരളത്തിലെ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് വീയപുരത്താണ്. അടുത്ത ചോദ്യം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. 53ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. ശ്രദ്ധിക്കുക. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ധമനികളിൽ വാൽവുകൾ ഉണ്ടാവാറില്ല. എന്നാൽ സിരകളിലാണ് വാൽവുകൾ ഉള്ളതെന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഹൃദയത്തിലേക്ക് തിരികെ രക്തമെത്തിക്കുന്ന വാൽവുകളെയാണ് സിരകൾ എന്ന് പറയുന്നത് കേട്ടോ. ഹൃദയത്തിലേക്ക്
രക്തത്തെ എത്തിക്കുന്ന ആരാണ്? സിരകളാണ്. സിരകളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. 54-ാമത്തെ ചോദ്യം. ഏത് വിറ്റമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് റിക്കറ്റ്സ് എന്ന രോഗം. കുട്ടികളിൽ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന രോഗമാണിത്. മുതിർന്നവരിൽ ഇതേ അവസ്ഥ ഓസ്റ്റിയോമലേഷ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർമ്മത്തിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വിറ്റമിൻ എന്നും വിളിക്കുന്നു. 55-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗിരിജ. ഓപ്ഷൻ ബി ഗിരിജ. പവിത്ര, ഹെർസ്വ, ജയ എന്നിവ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. ഗിരിജ എന്നതൊരു ഗോതമ്പിനമാണ്. അടുത്ത ചോദ്യം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. ഓപ്ഷൻ എ തിരുവനന്തപുരം. 1983-ലാണ് പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് നെയ്യാറ്. 57. DDT പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962-ൽ റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം? ഉത്തരം ഓപ്ഷൻ സി നിശബ്ദ വസന്തം. ഓപ്ഷൻ സി നിശബ്ദ വസന്തം. 58. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ഖാദർ വാലി. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലിയാണ്. അതായത് ഈ മില്ലറ്റ്സുകളുടെ പ്രചരണത്തിനായിട്ട് വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. MS സ്വാമിനാഥൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. കൈലാഷ് ശങ്കല ആരാണ്? ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. 59-ാമത്തെ ചോദ്യം. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ബ്രസീൽ. ഓപ്ഷൻ ഡി ബ്രസീൽ. അടുത്ത ചോദ്യം. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രോട്ടോണും ന്യൂട്രോണും. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് കാണുന്നത്. ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് ന്യൂക്ലിയോണുകൾ എന്നാണ് വിളിക്കുന്നത്. ആറ്റത്തിൻ്റെ പുറത്തുള്ള ഭ്രമണപഥത്തിൽ കാണുന്നതാണ് ഇലക്ട്രോണുകൾ. 61-ാമത്തെ ചോദ്യം. പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? ഉത്തരം ഓപ്ഷൻ സി ശൂന്യത. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ്. വജ്രത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗതയുള്ളത്. 62. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ഥാനാന്തരം. കാരണം എന്താണ്? സ്ഥാനാന്തരം ഒരു വെക്ടർ അളവാണ്. എന്നാൽ ദൂരം, സമയം, മാസ് എന്നിവ സ്കെയിലാർ അളവുകളാണ്. 63-ാമത്തെ ചോദ്യം. അലുമിനിയത്തിൻ്റെ അയിര് ഏത്? അലുമിനിയത്തിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. 64-ാമത്തെ ചോദ്യം. ഉയർന്ന കലോറി മൂല്യമുള്ള ഇന്ധനം? ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഉയർന്ന കലോറി മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നാണ് ഹൈഡ്രജൻ അറിയപ്പെടുന്നത്. 65-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2-ന് ISRO ഇത് വിക്ഷേപിച്ചു. ഭൂമിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ലാഗ്റേഞ്ച് പോയിന്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 66-ാമത്തെ ചോദ്യം. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? NISAR. ഉത്തരം ഓപ്ഷൻ എ നാസ ISRO. നാസയുടെയും ISROയുടെയും സംയുക്ത ദൗത്യമാണ് നിസാർ. ഓർത്തിരിക്കുക, ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അടുത്ത ചോദ്യം. 67. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്. 68. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഈഡിസ് കൊതുക്. ഈഡിസ് കൊതുകുകളാണ് സിക്ക വൈറസ് പരത്തുന്നത്. 69. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അനോഫലിസ് കൊതുകുകൾ. മലേറിയ പരത്തുന്നത് അനോഫലിസ് കൊതുകുകളാണ്. 70-ാമത്തെ ചോദ്യം. അമിതമായ മാനസിക സമ്മർദ്ദം മൂലം
ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഒരു വൈറൽ രോഗമാണ്. 71. കൊഴുപ്പടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. ഇവ മൂന്നും കൊഴുപ്പടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്തത്, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന പ്രധാന ജീവിതശൈലി കാരണം എന്താണ്? ഓപ്ഷൻ സി, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. ഓപ്ഷൻ സി, അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. 73. ചോദ്യം, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ പദ്ധതിയാണ് ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളിൽ 2017 മുതലാണ് ഈ പദ്ധതി ആരംഭിച്ചു തുടങ്ങിയത്. ഓർത്തിരിക്കുക. അടുത്തത് 74. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മൃതസഞ്ജീവനി. ഓപ്ഷൻ എ, മൃതസഞ്ജീവനി. 75. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, അനുയാത്ര. ഓപ്ഷൻ എ, അനുയാത്ര. സ്പെക്ട്രം എന്ന പദ്ധതി പ്രത്യേകിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പുനരധിവാസത്തിനായിട്ട് ഉള്ള പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. 76. അടിസ്ഥാന ശുചിത്വശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അമിതമായി ഉപ്പ് കഴിക്കുക. 77. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ഉത്തരം ഓപ്ഷൻ സി, 21 ലക്ഷം. അടുത്തത് 78. ചോദ്യം, 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലെയ്ഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ ബി, UAE. ഓപ്ഷൻ ബി, UAE. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലെയ്ഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ ബി, UAE. 79. ചോദ്യം, 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി, നെഗ്ലേറിയ ഫൈലേറി. നെഗ്ലേറിയ ഫൈലേറി. ഇത് തലച്ചോറ് തിന്നുന്ന അമീബിയ എന്നാണ് അറിയപ്പെടുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളങ്ങളിലുമാണ് ഇത് കാണപ്പെടുന്നത്. മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഇവ പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് എൻസെഫലിറ്റിസ് എന്ന ഗുരുതര രോഗമാണ് ഉണ്ടാക്കുന്നത്. 80. ചോദ്യം, 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിന്ന് നിരോധിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, കോൾഡ്രിഫ് സിറപ്പ്. ഓപ്ഷൻ എ, കോൾഡ്രിഫ് സിറപ്പ് എന്നതാണ് ഉത്തരം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2025 ഒക്ടോബറിൽ
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ടതിനെ തുടർന്നാണ് കേരളത്തിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് കോൾഡ്രിഫ് സിറപ്പിൻ്റെ വിൽപ്പന, വിതരണം എന്നിവ പൂർണ്ണമായിട്ട് നിരോധിച്ചത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 81 മുതൽ മാത്സിൻ്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചോദ്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏത് ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. 81ാമത്തെ ചോദ്യം മുതൽ മാത്സിൻ്റെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 81ാമത്തെ ചോദ്യം നോക്കാം. 1 - 2 പ്ലസ് 3 - 4 പ്ലസ് 5 - 6 പ്ലസ് എക്സെട്ര പ്ലസ് 99 - 100 എത്ര? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സംഖ്യകളെ ആദ്യം ജോഡികളാക്കി മാറ്റുക. അതായത് 1 - 2 എന്നത് ഒരു ജോഡി, അതുപോലെ തന്നെ 3 - 4 എന്ന് പറയുന്നത് അടുത്ത ജോഡി, 5 - 6 എന്ന് പറയുന്നത് അടുത്ത ജോഡി, 99 - 100 എന്നത് അടുത്ത ജോഡി. ഇങ്ങനെ ജോഡികളാക്കി മാറ്റുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ജോഡിയുടെയും തുക വരുന്നത് -1 ആണ്. ശരിയല്ലേ? ഓരോ ജോഡിയുടെയും തുക വരുന്നത് -1 ആണ്. ആകെ 100 സംഖ്യകൾ ഉള്ളതിനാൽ 50 ജോഡികൾ നമുക്ക് വരും, അല്ലെ? ആകെ 100 സംഖ്യകളാണുള്ളത്. ഈ 2 വെച്ച് വരുന്നത് കൊണ്ട് നമുക്ക് 50 ജോഡികൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ വരും? 50 ജോഡികൾ എന്ന് പറയുമ്പം 50 ഇൻറ്റു എന്താണ്? ഉത്തരം എന്താണ്? ഓരോ ജോഡികളുടെയും തുക -1 ആണ്. 50 ഇൻറ്റു -1, ഉത്തരം നമുക്ക് -50 എന്ന് കിട്ടും. -50. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി. 82ാമത്തെ നോക്കാം. 2, 6, 12, 20, 40 ഡാഷ് വിട്ടുപോയ സംഖ്യ ഏത്? ഈ സംഖ്യാശ്രേണി ആദ്യം എഴുതുക. എഴുതിയതിനു ശേഷം സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. 2ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 6 കിട്ടുന്നു. 6ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 12 കിട്ടുന്നു. 12ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 20 കിട്ടുന്നു. 20ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ 30 കിട്ടുന്നു. അങ്ങനെ വന്നു. അപ്പം നോക്കിക്കേ, സംഖ്യകളുടെ ആവർത്തനം എങ്ങനെയാണ്? 4, 6, 8, 10 എന്ന രീതിയിലാണ്. അപ്പോൾ അടുത്തത് ഉറപ്പായിട്ട് നമുക്ക് കൂട്ടേണ്ടത് 12 ആണ്. 30ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ 42. ഓപ്ഷൻ ഡി 42 ആണ് ശരിയായ ഉത്തരം. അടുത്തത് 83ാമത്തെ ചോദ്യം. 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ത്? ഇവിടെ നമ്മൾ ആദ്യം കാണേണ്ടത് 8, 12, 15 ഇതിൻ്റെ LCM ആണ് ആദ്യം കാണേണ്ടത്. ഈ 3 സംഖ്യകളുടെ LCM കാണുക. LCM നമുക്ക് 120 എന്ന് കിട്ടും. LCM, ഈ 3 സംഖ്യകളുടെ LCM 120 എന്ന് കിട്ടും. ശിഷ്ടം 5 കിട്ടാനായിട്ടായി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ LCMന്റെ കൂടെ 5 കൂടെ കൂട്ടണം. LCMന്റെ കൂടെ 5 കൂടെ കൂട്ടണം. ഉത്തരം 125. ഓപ്ഷൻ സി 125 ആണ് ഉത്തരം. 84ാമത്തെ ചോദ്യം. 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്ര? 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഈ 2 സംഖ്യകൾ, അതായത് 91ൻ്റെയും 117ൻ്റെയും HCF കാണുക. ഈ 2 സംഖ്യകളുടെയും HCF നമ്മൾ കാണുക. അതായിരിക്കും ഉത്തരം വരുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 13 ആണ് ഉത്തരം വരുന്നത്. 13 മീറ്റർ എന്നാണ് ഉത്തരം. 85ാമത്തെ ചോദ്യം. 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ ആദ്യം നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക, പിന്നീട് ആരോഹണ ക്രമത്തിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3/5, 5/8, 2/3 എന്നതാണ് ഉത്തരം. 86ാമത്തെ ചോദ്യം. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? നമുക്കറിയാം, സമചതുരത്തിന്റെ ചുറ്റളവിനെ 4a എന്ന് പറയുന്നു. 4a എന്ന് പറയുന്നത് എത്രയാണ്? 36 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു വശം കാണാൻ, എ കാണാൻ എന്ത് ചെയ്യും? 36/4 9 സെന്റിമീറ്റർ കിട്ടുന്നു. ഇനി പരപ്പളവ് കാണാലോ. പരപ്പളവ് എന്ന് പറയുന്നത് a² ആണ്. 9 × 9 81 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ 81 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഉത്തരം.
87ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഒരു പുതിയ കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി 13 ആയി. എങ്കിൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്ര? ആദ്യം നമ്മൾ 20 കുട്ടികളുടെ ആകെ വയസ്സ് കാണുക. എങ്ങനെ ചെയ്യണം? 20 കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 20 × 12 ആണ്. 20 × 12 എത്രയാണ്? 273 വരും. അതിനുശേഷം പുതിയ ഒരു കുട്ടിയും കൂടെ വന്നപ്പോൾ 21 കുട്ടികളായി. 21 കുട്ടികളുടെ ആകെ ശരാശരി വയസ്സെന്ന് പറഞ്ഞത് 13 ആയി. അപ്പോൾ 21 കുട്ടികളുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 21 × 13 273. 273. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. 20 കുട്ടികളുടെ, അതായത് 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. അവരുടെ ആകെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ്. 240. ഇനി 21 കുട്ടികളുടെ ശരാശരി വയസ്സ് 13, അവരുടെ ആകെ വയസ്സ് 273. 273-ൽ നിന്ന് 240 കുറയ്ക്കുമ്പോൾ ഉത്തരം നമുക്ക് 33. പുതിയ കുട്ടിയുടെ വയസ്സ് 33. ഓപ്ഷൻ ഡി 33. അടുത്തത് 88ാമത്തെ ചോദ്യം, ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? ഇവിടെ 20% നഷ്ടത്തിൽ വിറ്റ വില എത്രയാണ്? 480 രൂപയാ അല്ലേ? 20% നഷ്ടത്തിൽ വിറ്റപ്പം വിറ്റ വില എന്ന് പറയുന്നത് 480 രൂപ. അതായത് വാങ്ങിയ വിലയുടെ 80% 480 രൂപ. അപ്പോൾ വാങ്ങിയ വില നമുക്കതിൽ നിന്ന് കിട്ടുമല്ലോ. 480 ÷ 80 × 100, 600 രൂപയാണ് വാങ്ങിയ വില. ഇനി 20% ലാഭം കിട്ടാൻ എങ്ങനെ വിൽക്കണം? 600 × 120/100, 720 രൂപയ്ക്ക് വിൽക്കണം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 89ാമത്തെ ചോദ്യം, 4.32 + 0.8 + 12.001 - 5.6 എത്ര? ഇവിടെ ആദ്യം നമ്മൾ കൂട്ടണം, ദശാംശ സംഖ്യകളെ കൂട്ടുക, എന്നിട്ട് വേണം ഈ കുറയ്ക്കാനുള്ള സംഖ്യയെ അതിൽ നിന്ന് കുറയ്ക്കാൻ. ഉത്തരം നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ബി 11.521 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 11.521. അടുത്തത് 90ാമത്തെ ചോദ്യം, 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണം? ഇത് കണ്ടുപിടിക്കേണ്ടത്, ആദ്യം നമുക്ക് സമയമാണ് കാണേണ്ടത്. സമയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ദൂരം ബൈ വേഗതയാണ്. ദൂരം എങ്ങനെ കണ്ടെത്താം? ട്രെയിനിൻ്റെ നീളവും ട്രെയിൻ സഞ്ചരിക്കേണ്ട പ്ലാറ്റ്ഫോമിൻ്റെ നീളവും തമ്മിൽ കൂട്ടിയാലാണ് ആകെ ദൂരം കിട്ടുന്നത്. ഇവിടെ ആകെ ദൂരം എന്ന് പറയുന്നത് 280 മീറ്റർ ആണ്. വേഗത അവർ തന്നിട്ടുണ്ട് 20 അല്ലേ? സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 മിനിറ്റ് വേഗതയിൽ നിന്ന്. അപ്പം നോക്കിക്കേ, വേഗത 20. അപ്പം നമുക്ക് ഇക്വേഷനിലകത്തേക്ക് ഇട്ട് കൊടുക്കാം. എത്രയാണ്? 280 ÷ 20, 14 സെക്കൻഡ്. ഓപ്ഷൻ ഡി 14 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കുക. ഒറ്റയാൻ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 4529 ആണ് ഒറ്റയാൻ. എങ്ങനെയാണ് വന്നത്? ഇവിടെ നോക്കിക്കേ, ഈ 2നെ 4 കൊണ്ട് കൂട്ടുമ്പോൾ 6, 6ഉം 1ഉം കൂട്ടുമ്പോൾ 7, ലാസ്റ്റ് സംഖ്യ കിട്ടിയിരിക്കുന്നത് 7. ഇവിടെ നോക്കാം, 5 1 6, 6 1 7, അതും ശരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ സംഖ്യയായ 3നെ 4 കൊണ്ട് കൂട്ടുമ്പോൾ 4 3 7, 7 2 9, 9 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ബിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ബി ഇവിടെ ഒറ്റയാനായിട്ട് വന്നിരിക്കുന്നത്. 92ാമത്തെ ചോദ്യം, 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്നെണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്രയായിരിക്കും? നമുക്കറിയാം, താഴെ നിന്നുമുള്ള റാങ്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആകെ കുട്ടികളിൽ നിന്നും മുകളിൽ നിന്നുള്ള റാങ്ക് കുറച്ച് 1 കൂട്ടുക. ആകെ കുട്ടികൾ എത്രയാണ്? 65 ആണ്. 65 മൈനസ് മുകളിൽ നിന്നുള്ള റാങ്ക് 21
പ്ലസ് 1 ചെയ്താൽ നമുക്കുള്ള ഉത്തരം കിട്ടും. ഉത്തരം ഓപ്ഷൻ എ 45. ഓപ്ഷൻ എ 45. 93-ാമത്തെ ചോദ്യം. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 6174. 6174 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം വരുന്നത്. 94-ാമത്തെ ചോദ്യം. 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കും എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 8 വർഷം മുമ്പ് നമുക്ക് മകൻ്റെ പ്രായം എക്സ് എന്നും അച്ഛൻ്റെ പ്രായം 4x എന്നും എടുക്കാം. കാരണം എന്താ? 8 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ പ്രായം 4x എന്ന് എടുക്കാം. ഇപ്പോൾ എത്ര കാണും? ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്താ? മകൻ്റെ പ്രായം x + 8, അച്ഛൻ്റെ പ്രായം 4x + 8. ഇനി 8 വർഷത്തിന് ശേഷം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 8 വർഷത്തിന് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങായിരിക്കും. 8 വർഷത്തിന് ശേഷം വരുമ്പോൾ മകൻ്റെ പ്രായം x + 16ഉം അച്ഛൻ്റെ പ്രായം 4x + 16ഉം ആകും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 4x + 16 = എത്രയാണ്? 2 × x + 16 ആണെന്ന് അറിയാം. അതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പം അച്ഛൻ്റെ പ്രായം ഇപ്പോഴെത്രയാണ്? 4x + 8 ആണെന്നറിയാം. എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടിയാൽ നമുക്കറിയാം 4 × 8 + 8 എത്ര കിട്ടും? ഉത്തരം 40 എന്ന് കിട്ടും. ഓപ്ഷൻ സി 40 ആണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം. 95-ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വൃത്തമാണ്. കൂട്ടത്തിൽ പെടാത്തത് വൃത്തമാണ്. കാരണം എന്താണ്? ആരം, ചാപം, ഞാണ് എന്നിവ ഒരു വൃത്തത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ വൃത്തം എന്നത് ഒരു പൂർണ്ണ രൂപമാണ്. ഇനി 96-ാമത്തെ ചോദ്യം. വില കണ്ടെത്തുക. ഇത് ബോർഡ് മാസ് പ്രകാരം ചെയ്യേണ്ട ചോദ്യമാണ്. 16 + 8 = 4 - 2 × 3 - 1. ഉത്തരം നമുക്ക് ഓപ്ഷൻ എ 14 എന്ന് കിട്ടും. അടുത്തത് 97-ാമത്തെ ചോദ്യം. ശരിയായ ക്രമം കണ്ടെത്തുക. എങ്ങനെയാണ് ശരിയായ ക്രമം വരുന്നത്? ആദ്യം വരുന്നത് പരുത്തി, രണ്ടാമത് വരുന്നത് എന്താണ്? നൂലാണ്, മൂന്നാമത് വരുന്നത് എന്താണ്? നെയ്ത്താണ്, നാലാമതാണ് വസ്ത്രത്തിലേക്ക് എത്തുന്നത്. അല്ലേ? അപ്പം നമുക്ക് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 4, 3, 1 എന്ന രീതിയിലാണ് ക്രമപ്പെടുത്തേണ്ടത്. 98-ാമത്തെ ചോദ്യം. പക്ഷി ആകാശമാണെങ്കിൽ മത്സ്യത്തിന് എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി വെള്ളമാണ് വരുന്നത്. ഇനി ശ്രേണി പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ശ്രേണി പൂരിപ്പിക്കുക. 140, 140, 68, 32, 14. അടുത്തത് ഏത് സംഖ്യ എന്നാണ് വരുന്നത്? ഈ ശ്രേണി ശ്രദ്ധിക്കുക. ഈ ശ്രേണിയിൽ ഓരോ സംഖ്യയും 2 കൊണ്ട് ഹരിച്ച ശേഷം 2 കുറയ്ക്കുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്. അതായത് 140നെ 2 കൊണ്ട് ആദ്യം ഹരിക്കുക. 2 കൊണ്ട് ഹരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് എന്താണ്? 2 കുറയ്ക്കുക. ഇതാണ് ഈ ശ്രേണിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്, പ്രത്യേകത. അതായത് 140നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 70 എന്ന് കിട്ടും. 70ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 68 കിട്ടും. ഇനി 68നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 34 കിട്ടും. 34ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 32 കിട്ടുന്നു. വീണ്ടും 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 16 കിട്ടും. 16ൽ നിന്ന് 2 കുറച്ചാൽ 14 കിട്ടും. ഇനി 14നെ ആദ്യം 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അതിനുശേഷം 7ൽ നിന്ന് 2 കുറയ്ക്കുക. ഉത്തരം ഓപ്ഷൻ ബി 5 കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി 100-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? ഒരു ക്ലോക്കിൽ ശ്രദ്ധിക്കുക. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്ലോക്കിലാകെ 12 അക്കങ്ങളാണുള്ളത് അല്ലേ? ക്ലോക്കിലാകെ 12 അക്കങ്ങളാണുള്ളത്. ഒരു സമഭുജ ത്രികോണം ലഭിക്കണമെങ്കിൽ അക്കങ്ങൾ തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കണം? 12/3 എന്ന രീതിയിലായിരിക്കണം. അതായത് 4 യൂണിറ്റ് വീതം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ നമുക്ക് 4 യൂണിറ്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതൊക്കെയാ? 12, 4, 8,
പിന്നെ 1, 5, 9 എന്ന രീതിയിൽ, 2, 6, 10 എന്ന രീതിയിൽ, 3, 7, 11 എന്ന രീതിയിൽ, അങ്ങനെ 4 യൂണിറ്റ് സെറ്റ് നമുക്ക് കിട്ടും. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 4 ആണ്. ഓപ്ഷൻ എ 4. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 1/7/2026 നടന്ന LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഈ 100 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്